6 ദിവസമായിട്ട് പെറ്റിട്ട് രണ്ടാം പേർ പയ്യാണ്. നമുക്ക് കറന്നേ കൊണ്ടുപോകാം. കറന്ന് നോക്കിയിട്ട് കയ്യിൽ ഒരുപാട് പ്രസവിച്ച പശുക്കളുണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് എണ്ണമുണ്ട്. കറന്ന് നോക്കി എടുത്തിട്ട് പോകും. കറന്ന് നോക്കി നമ്മൾ പറയുന്ന പാല് കൂടുതലാണെന്ന് കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറയുന്നവർക്ക് വന്നിട്ട് കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. 2 നേരം കറന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകണ്ട. നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് 2 നേരം കറവ് കണ്ട് കൊണ്ടുപോയാൽ മതി. നമ്മള് വില ഇപ്പോ നമ്മള് 2 റുപ്യക്ക് ഈ നേരത്തെ പറഞ്ഞതിൽ 2 റുപ്യ കൂട്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കൂട്ടി പറയാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കർഷകർക്ക് ഇവിടെ വരുമ്പോൾ ആ വിലയ്ക്ക് കിട്ടാണ്ടിരുന്ന ബുദ്ധിമുട്ടാണ്. കസ്റ്റമർ വരുന്നത് മുഴുവൻ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ട് ആ വില കുറവിൽ പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് വരിക. ഇവിടെ വരുമ്പോൾ വില കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, വിഷമമല്ലേ? അതുകൊണ്ടാണ് 2 റുപ്യ കൂട്ടി പറഞ്ഞത്. അതെ, ഇത് പ്രസവിച്ച പശുവാണ്, ഒരാഴ്ചയായിട്ടുള്ളൂ. അതിന്റെ കുട്ടിയാണത്. ഇത് മറ്റേ 2 നേരം കൂടി ഒരു 15-16 ലിറ്റർ പാല് കിട്ടും. കാമ്പ മടിയൊക്കെ നല്ല മടിയാണ്. നിങ്ങൾ വന്ന് കറന്ന് നോക്കി 2 നേരം കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. അത്രേ ഉള്ളൂ. നിങ്ങൾ കറന്ന് എടുത്തിട്ട് വേറെ ഗ്യാരണ്ടി ഒന്നുമില്ല. കറന്നെടുത്ത് നോക്കുക, കറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പാല് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകാം. അതെ, ഇതും പ്രസവിച്ച പശുവാണ്. അതെ, ഇതും പ്രസവിച്ച പയ്യാണ്. ഒരുപാട് പ്രസവിച്ച പൈക്കളുണ്ട്. നമ്മുടെ കയ്യിൽ നിറയെ പയ്യുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഫാമോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള ഉദയേട്ടന്റെ ഒരു വീഡിയോ ആണ്. ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഒട്ടനവധി പശുക്കൾ വന്നിട്ടുണ്ട്. പ്രസവിച്ച പശുക്കളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കറന്ന് നോക്കിയെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. സമയം കൈപ്പിടിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം നിങ്ങൾക്ക് കറന്ന് നോക്കി തൃപ്തിയോടുകൂടി പശുക്കളെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള പശുക്കളെക്കുറിച്ചും അതിന്റെ വില നിലവാരത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ കൂടി മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പശു? പ്രസവിച്ച പശുവാണോ? അതെ, ഇത് പ്രസവിച്ച പശുവാണ്, ഒരാഴ്ചയായിട്ടുള്ളൂ. അതിന്റെ കുട്ടിയാണത്. 2 നേരം കൂടി ഒരു 15-16 ലിറ്റർ പാല് കിട്ടും. നല്ല ഹൈറ്റും ഉണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്, നല്ല പയ്യാണ്. പ്രസവിച്ചതിന്റെ ക്ഷീണമാണിത്. എത്ര ദിവസമായി പ്രസവിച്ചിട്ട്? ഇന്നേക്ക് 7 ദിവസമായിട്ടുള്ളൂ. 7 ദിവസമായി. ഇത് മൂന്നാമത്തെ പ്രസവമാണ് അല്ലേ? മൂന്നാമത്തെ പ്രസവമാണ്. വലിയ പശുവാണല്ലോ. വലിയ പയ്യാണ്. ഒരു 55 രൂപയ്ക്ക് നമുക്ക് മേടിച്ചു കൊടുക്കാം. 55,000 രൂപയ്ക്ക് നിങ്ങൾ ഈ പശുവും ഈ കുട്ടിയും കൂടി നിങ്ങൾ മേടിച്ചു കൊടുക്കും. 55 ഉറുപ്പിക്ക് ഞാൻ മേടിച്ചു കൊടുക്കാം. ശരി ശരി. നടത്തിക്കോ അത്? നടത്തിക്കാലോ. ഒരു കൈകാലൊക്കെ നോക്കി ഒരു കോട്ടപ്പാട്ട് ഒന്നുമില്ല. നല്ല പയ്യാണ്. കറന്ന് നോക്കിയെടുക്കാം. കാരണം നിങ്ങൾക്ക് കറന്ന് നോക്കി നിങ്ങള് വരുന്നവര് കറന്ന് നോക്കിയെടുക്കുക. 2 നേരം കറന്ന് നോക്കിയെടുക്കാം, കുഴപ്പമില്ല. അതിൽ യാതൊരു ഇതുമില്ല. കേട്ടോ, അപ്പൊ നമ്മൾ ഇത് പ്രസവിച്ച പയ്യാണ്, മൂന്നാമത്തെ പ്രസവമാണ്. 15 ലിറ്റർ പാല് 2 നേരം കൂടി കിട്ടും. നിങ്ങൾ പറയുന്നത് 55,000 രൂപയ്ക്ക് പശു കൊടുക്കും. അവര് 65 വില പറയുന്നുണ്ട്. അവര് 65 പറയട്ടെ. നമ്മൾ 55,000 രൂപയ്ക്ക് ഞാൻ മേടിച്ചു തരും അല്ലേ? അല്ല, ഞാൻ പറയണത് ഇതല്ലെങ്കിൽ ഇതുപോലത്തെ പശുക്കൾ ഇതേപോലത്തെ വേറെയും പയ്യുണ്ട്. വേറെ പയ്യകളും ഇതേപോലത്തെ വേറെ പയ്യുണ്ട്. നല്ല പയ്യകള് വേറെയും ഉണ്ട്. ചേട്ടാ, ഈ പശുവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ്? ഇത് മറ്റേ സിന്ധിയില് ഗീർ ക്രോസ് ആണ്. ഇത് 2ാം പേർ പയ്യാണ്. വെച്ചിട്ട് ഇന്നേക്ക് 5 ദിവസമായിട്ടുള്ളൂ. പ്രസവിച്ച പശു. പ്രസവിച്ച പശു. എന്ത് കുട്ടിയാണ് ഇതിന്റെ? ഇതിന്റെ മറ്റേ മൂരിക്കുട്ടിയാണ് അല്ലേ? എത്ര ലിറ്റർ പാല് കിട്ടും? ഇത് നമ്മുടെ മറ്റേ ഇത് എങ്ങനെ പോയാലും ഒരു 18 ലിറ്റർ പാല് 2 നേരം കൂടി കിട്ടും. 18 ലിറ്റർ നമുക്ക് കറന്ന് നോക്കി എടുക്കാം. നമുക്ക് എത്ര ദിവസമായി ഇന്നേക്ക് 5 ദിവസം. 5 ദിവസമായി. ഏകദേശം നമുക്ക് മഞ്ഞപ്പാല് നോക്കി എടുക്കാം. മഞ്ഞപ്പാല് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. വരെ ഇതുവരെ 75 രൂപ വില പറയുന്നുണ്ട്. നമ്മൾക്ക് ആയാലും കൊണ്ട് നമ്മള് ഒരു മറ്റേ 66 റുപ്യക്ക് 65-66 റുപ്യ മേനിക്ക് നമ്മൾ എടുത്തു തരാം. 2ാം പേർ പയ്യാണ്. 18 ലിറ്റർ പാല് കിട്ടും 2 നേരം കൂടി. കാമ്പ മടിയൊക്കെ നല്ല മടിയാണ്. നിങ്ങൾ വന്ന് കറന്ന് നോക്കി 2 നേരം കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. അത്രേ ഉള്ളൂ. നിങ്ങൾ കറന്ന് എടുത്തിട്ട് വേറെ ഗ്യാരണ്ടി ഒന്നുമില്ല. കറന്നെടുത്ത് നോക്കുക, കറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പാല് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകാം. അതെ, ഇത് മൊട്ടച്ചിക്കുട്ടി 2ാം പേർ പയ്യ്. ഇത് മറ്റേ 2 നേരം കൂടി അവര് 20 ലിറ്റർ പാല് കിട്ടുന്ന പറയണു. നമ്മള് ഒരു 17-18 ലിറ്റർ പാല് നമുക്ക് കണക്കൂട്ടിയാൽ മതി. ഇനിയിപ്പോ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിലാകും പ്രസവിക്കാൻ. 10 ദിവസത്തിന്റെ ഉള്ളിലാകും. ഇത് മറ്റേ 75 അവര് വില പറയുന്നുണ്ട്. നമുക്കൊരു 60-62 റുപ്യക്ക് നമുക്കിത് മേടിച്ചു കൊടുക്കാം.
ആ വിലക്കുള്ളത് മേടിച്ചു. ഇത് മാത്രമല്ല ഇതേപോലെയുള്ള വേറെയും പയ്യകളുണ്ട്. മുട്ട പശുക്കൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പയ്യകള് ഇതിന് വെച്ച് വലിപ്പമുള്ള പയ്യും ഇതേപോലെയുള്ള പയ്യകളും നമ്മുടെ കയ്യിൽ വേറെ നിറയുണ്ട്. ഒരു 10-15 ലിറ്റർ കിട്ടില്ല രണ്ടു നേരം കൂടി 20 പറഞ്ഞു അവര്. നമ്മ 20 കണക്ക് കൂട്ടണ്ട, ഒരു 17-18 ലിറ്റർ പാല് കളിയില്ലാണ്ട് കിട്ടും രണ്ടു നേരം കൂടി. നടത്തിക്കാറ് ഒറ്റ കോട്ടുമില്ല, കാലെടുക്കലോ ഇതൊന്നുമില്ല. 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. നല്ല പയ്യാണ്, ഒതുങ്ങിയ പയ്യാണ്, വീട്ടു ആവശ്യക്കാർക്ക് നല്ല ഒതുങ്ങിയ പയ്യാണ്, ആർക്ക് വേണമെങ്കിൽ ഇറക്കാം. നല്ല ഒതുങ്ങിയ പയ്യാണ്. നമസ്കാരം. ഇത് HF ആണല്ലോ? അതെ, ഇത് HF പയ്യാണ്. നല്ല പയ്യാണ്, മൂരിക്കുട്ടിയാണ്. ഇന്നേക്ക് മറ്റേ 6 ദിവസമായിട്ട് പെറ്റിട്ട് 2ാം പേർ പയ്യാണ്. കറന്നേ കൊണ്ടുപോകാം. കറന്ന് നോക്കിയിട്ട് ഒരുപാട് പ്രസവിച്ച പശുക്കളുണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് എണ്ണമുണ്ട്. കറന്ന് നോക്കി എടുത്തു പോകും. കറന്ന് നോക്കി നമ്മൾ പറയുന്ന പാല് കൂടുതലാണെന്ന്, കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറയുന്നവർക്ക് വന്നിട്ട് കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. രണ്ടു നേരം കറന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകണ്ട. നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് 2 നേരം കറവ് കണ്ട് കൊണ്ടുപോയാൽ മതി. നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടും? ഇത് മറ്റേ 18 ലിറ്റർ പാല് കിട്ടും. 18 ലിറ്റർ പാല് കിട്ടും. 18 ലിറ്റർ 2 നേരം കൂടി 18 ലിറ്റർ പാല് കിട്ടും. 65 മുകളിലും 70 താഴെ അയച്ചും നമുക്ക് ഇത് മേടിക്കാം. മനസ്സിലല്ലേ? 2ാം പേർ പയ്യാണത്. 18 ലിറ്റർ പാല് കിട്ടും. 2ാമത്തെ പേരാണത്. ഇനി 3ാമത്തെ നല്ല പയ്യാണ്, നല്ല HF പയ്യാണത്. ഇനി അടുത്ത പേരിന് കൂടി അല്ലാണ്ട് കുറയില്ല. നല്ല പയ്യകളാണ്. ജേഴ്സി പയ്യകാർക്കും ആണെങ്കിൽ നമ്മൾക്കൊരു മറ്റേ താഴെ നമുക്ക് ഒരു 60-65 നമുക്ക് പിടിക്കാം. ഇത് HF ആയകാരും 70 ഉറുപ്പ്യ നമുക്ക് കൊടുക്കണം. വീണ്ടും പ്രസവിച്ച പശു ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യില് ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ പൈക്കുട്ടിയാണ്, നാട്ടുകുട്ടിയാണത്. ഇത് പശുക്കുട്ടിയാണ്. അത് പശുക്കുട്ടിയാണ്. 2ാം പേര് പയ്യെ. ഇത് പ്രസവിച്ച ഇന്നൊക്കെ 9 ദിവസമായിട്ടുള്ളൂ. 9 ദിവസമായില്ലേ? ഹെവി പശു ആണല്ലോ. അതെ, നല്ല കുട്ടിയാണ്, നല്ല വീട്ടിലുള്ള കുട്ടിയാണ്, HF പെട്ട കുട്ടിയാണ് പശുക്കുട്ടി. നമുക്ക് ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് 2ാമത്തെ പ്രസവം. ഇത് 2ാമത്തെ പ്രസവത്തിലുള്ള പശുവാണ് അല്ലേ? നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? നമുക്ക് 2 നേരം കൂടി ഇത് 2 നേരം കൂടി ഒരു 14 ലിറ്റർ പാല് കിട്ടും. 14 ലിറ്റർ പാല് കറന്ന് നോക്കി കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും? ഇത് നമ്മളെ 65 അവര് വില പറയുന്നുണ്ട്. നമ്മൾക്ക് അതിന്റെ മറ്റേ ഒരു 50-55 ഉറുപ്പിക്ക് 55 ഉറുപ്പിക്ക് നമുക്ക് വാങ്ങിക്കാം. 50-55 രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും. 55 എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് എന്തെങ്കിലും ആവും. അതെന്തെങ്കിലും നിങ്ങൾ വന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞനുസരിച്ച്. നല്ല പയ്യാണ്, 2ാം പേർ പയ്യാണ്, ഒതുങ്ങിയ പയ്യാണ്, പശുക്കുട്ടിയാണ്. പശുക്കുട്ടിയാണ്, വീടുള്ള ഒരു പശുക്കുട്ടി. നല്ല പയ്യാണ്. ആർക്ക് വേണമെങ്കിലും കറക്കുക വെക്കുകയൊക്കെ ചെയ്യാം. ശരി. അപ്പൊ നമുക്ക് ഇതിന് ഏകദേശം നമുക്കൊരു 50-55 രൂപയ്ക്ക് ഉദയേട്ടൻ എടുത്തു തരും അല്ലേ? എടുത്തു തരും. 2 നേരം കറന്ന് നോക്കി എടുക്കും. 2 നേരം കറന്ന് നോക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് തന്നെയാണ് ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി. അതെ, ഇതാണ് ഗ്യാരണ്ടി. എന്റെ ഗ്യാരണ്ടി പറഞ്ഞ നേരത്തെ വീഡിയോയിൽ ഇട്ടതിലും പറഞ്ഞ് ഇതിൽ ഞാൻ പറയുന്നത് എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 2 നേരം കറന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യമുള്ള അത് ചെയ്തു കൊടുക്കും. 2 നേരം കറന്ന് നോക്കി എടുക്കാം. കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. നമസ്കാരം. ഇതും പ്രസവിച്ച പശുവാണ്? അതെ, ഇതും പ്രസവിച്ച പയ്യാണ്. ഒരുപാട് പ്രസവിച്ച പൈക്കളുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ നിറയെ പയ്യുണ്ട്. ഈ ഫാം അല്ലാതെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏത് ഫാമിൽ വേണമെങ്കിൽ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെ ക്വാളിറ്റി ഉള്ളത് വേണം പറഞ്ഞാൽ നമ്മൾ മേടിച്ചു തരുന്നതാണ്. എത്രാമത്തെ പ്രസവമാണ്? ഇത് 3ാമത്തെ പ്രസവമാണ്. 3ാമത്തെ പ്രസവമാണ്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും? ഇത് 50-55 ഉള്ളിലായിട്ട് നമുക്ക് 55 താഴെയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ കുട്ടി എന്ത് കുട്ടിയാണ്? മറ്റേ മൂരിക്കുട്ടി, പൈക്കുട്ടിയാണ്. ശരി. പാൽ എത്ര ലിറ്റർ പാല് കിട്ടും? പാൽ ഇത് കാലത്ത് വന്നിട്ട് 7 ലിറ്റർ. 2 നേരം കൂടി ഇത് ഒരു 13 ലിറ്റർ 14 ലിറ്റർ പാൽ. 15-ന്റെ ഉള്ളിൽ. നമസ്കാരം. ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പേര് ഉദയൻ, വടക്കഞ്ചേരി. അത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതായത് ഏതാ ജില്ല എന്ന്. ഇത് ഞാൻ പാലക്കാട് ജില്ല, വടക്കഞ്ചേരിയാണ്. പാലക്കാട് ജില്ലയാണിത്. ആലത്തൂർ വടക്കഞ്ചേരി. വടക്കഞ്ചേരിയിൽ നിങ്ങളുടെ വീട് എവിടെയാണ്? വടക്കഞ്ചേരിയിൽ മംഗലം. ശരി. മംഗലത്താണ് എന്റെ വീട്. അപ്പൊ എന്റെ പേര് ഉദയനാണ്. ഞാൻ നേരത്തെ ഫസ്റ്റത്തെ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ആൾക്കാർ, സുഹൃത്തുക്കള് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പശു എടുത്തു കൊടുക്കുകയും ചെയ്തു. ഒരുപാട് ദൂരത്തുനിന്ന് ആൾക്കാർ വന്ന് എല്ലാവർക്കും ഞാൻ പശു എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് അതിൽ നല്ലൊരു സന്തോഷമുണ്ട്. ഇത് ഞാൻ എന്റെ 2ാമത്തെ വീഡിയോ ആണ് ഇടുന്നത്.
ഇതിൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളൊരു 13 ലിറ്റർ പാല് 2 നേരം കൂടി കിട്ടുന്ന പൈക്ക് 55 രൂപ വില വരുന്നുണ്ട്. 50-55 രൂപ വില വരുന്നുണ്ട് 13 ലിറ്റർ പാലുള്ള പയ്യകൾക്ക്. പിന്നെ അതിന് കൂടുതലാണ് പറഞ്ഞ ഒരു 18 ലിറ്റർ പാലുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 55 മുതൽ 65 രൂപ വരെ 18 ലിറ്റർ പാലുള്ള പയ്യുണ്ട്. നിങ്ങള് ഒന്ന് എന്റെ സുഹൃത്തുക്കള്, നല്ല സുഹൃത്തുക്കളെ ഒന്ന് കറന്ന് നോക്കുക. എന്റെ ഗ്യാരണ്ടി ഞാൻ പറയുന്നത് കറന്ന് നോക്കുക. നിങ്ങൾ 2 നേരം കറന്ന് നോക്കാൻ പറ്റുമെന്ന് പറയാം. 2 നേരം കറന്ന് നോക്കുക. കറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് 100 സമ്മതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈ പിടിച്ചാൽ മതി. ഞാൻ നിർബന്ധിച്ചിട്ട് ഒരിക്കലും ഞാൻ ഒരാളെ ഞാൻ അടിച്ചേൽപ്പിക്കില്ല. പൈ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കള്, വരുന്ന സുഹൃത്തുക്കള് മറ്റേ കറന്ന് കാണുക. അതാണ് എനിക്ക് സന്തോഷം കൂടുതൽ. നിങ്ങൾ കറന്ന് 2 നേരം കറന്ന് അതിനുള്ള സൗകര്യം ചെയ്തു തരാം. ഒരു ഫാമല്ല, നമ്മൾക്ക് ഒരുപാട് ഫാമുണ്ട്. ഏത് ഫാമിലും നമ്മൾക്ക് മറ്റേ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫീൽഡ് ഉള്ള പാലുള്ളത് വേണം, എത്ര ലിറ്റർ പാലുള്ള വേണം പയ്യകൾ പറഞ്ഞാൽ നമ്മൾ മേടിച്ചു തരാം. പിന്നെ ഇനിയുള്ളത് എൻ്റെ അരക്കറവ് പയ്യകളാണ്. ഒരുപാട് ആൾക്കാർ അരക്കറവ് പയ്യ് കിട്ടുക പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഈ അരക്കറവ് പയ്യ് 35ന്റെ മുകളിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ 35ന്റെ താഴെ ചോദിക്കണം. 35ന്റെ മുകളിൽ കിട്ടുന്ന പയ്യാണ്. അത് 2 നേരം കൂടി ചിലത് 7 ലിറ്ററും ഉണ്ട്, 8 ലിറ്റർ കറക്കുന്ന പയ്യകളും ഉണ്ട്. നല്ല പയ്യകൾ വേണമെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. അപ്പൊ ആ പയ്യ അങ്ങനെയുള്ള നല്ല പയ്യകൾക്ക്, എച്ചപ്പിന്റെ നല്ല പയ്യകൾക്ക് മറ്റേ 90 പേരുണ്ട്, 1 ലക്ഷം റുപ്യന്ന് മേലെയും പേരുണ്ട്, 1.10 വരെ വരുന്നുണ്ട്. നല്ല പയ്യകൾ, നല്ല ക്വാളിറ്റിയുള്ള പയ്യകൾ വന്നിട്ട് 1.10 വരുന്നുണ്ട് വില. മനസ്സിലായില്ലേ? ഇത് ഫാമുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോ നിങ്ങൾ വന്ന് നേരിട്ട് കറന്ന് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 25 ലിറ്റർ കിട്ടുന്ന പശുവിന് 85നും കിട്ടും, 90നും കിട്ടും, 1 ലക്ഷത്തിനും കിട്ടും, 1 ലക്ഷത്തിനും കിട്ടും, 75,000 കിട്ടില്ലേ? കിട്ടും. അപ്പൊ ഓരോ ബ്രീഡിനനുസരിച്ചിട്ടുള്ള വിലയാണ്. ഞാനപ്പോ ഈ ഇടയ്ക്ക് വയനാടുകാർക്കാണ് ഞാൻ 90 റുപ്യക്ക് ഞാൻ കൊടുത്തത്. 90 റുപ്യ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയത്. ഒരു പശു 90 റുപ്യ. എത്ര കൊടുത്തു? അവര് 5 എണ്ണം കൊടുത്തവര്. 5 എണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. കറന്ന് നോക്കി, 2 നേരം കറന്ന് നോക്കിയിട്ടാണ് അവർ കൊണ്ടുപോയത്. അവര് 2 ദിവസം ഇവിടെ വന്നിരുന്നു, ഫാമിൽ വന്നിരുന്നു, കറന്ന് നോക്കി എന്നിട്ടാണ് അവർ പോയത്. 2 നേരം കറന്ന് നോക്കിയിട്ടാണ് അവർ കൊണ്ടുപോയത്. നിങ്ങൾക്ക് ചെനപ്പയ്യ വേണം പറഞ്ഞാൽ ചെനപ്പയ്യുണ്ട്. നമ്മൾക്ക് വിളങ്കറവുള്ള പയ്യുണ്ട്, അരക്കറവുള്ള പയ്യുകളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വിളിച്ചു കഴിഞ്ഞ് പറയും ഏത് പയ്യ വേണമെങ്കിലും നമ്മൾക്ക് എടുത്തു തരാം. 6 മാസം 7 മാസം ചെനയായതാണല്ലോ. 6 മാസം 7 മാസം ചെനിയായുള്ള പയ്യകൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള പയ്യകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മള് ചിലപ്പോ അത് അങ്ങനെയുള്ള പയ്യകള് ഈ 6 മാസം 7 മാസമുള്ള പയ്യകള് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അറേഞ്ച് ചെയ്ത് തരും. കറന്ന് നോക്കുക. പാത്രത്തിൽ നിങ്ങൾ പാല് എത്രയുണ്ട് പാല് നോക്കിയിട്ട് നിങ്ങൾ മറ്റേ തീറ്റയും കുടിയും എല്ലാം നോക്കി എടുക്കുക. പിന്നെ ഫാമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മാറ്റി തരിക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് എല്ലാ ഫാമുകാരും മറ്റേ മാറ്റി തരില്ല. എൻ്റെ സുഹൃത്തുക്കളെ ഒരു കാര്യം ചെയ്യുക, ഈ പെറ്റതാണ് 1 ദിവസമായിട്ടുള്ളൂ അല്ലെങ്കിൽ 2 ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഞ്ഞപ്പാൽ കാണുക, മാക്സിമം കറന്ന് നോക്കി കാണുക, എന്നിട്ട് നിങ്ങൾ എടുത്തിട്ട് പോവുക. അതാണ് എൻ്റെ സന്തോഷം. എന്താ പറയണമെന്ന് തോന്നണ്ട. കറന്ന് നോക്കിയിട്ട് മറ്റേ 4 കാമ്പിലും കുഴപ്പമില്ല, കറന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോകുക. നിങ്ങൾ ഏത് സമയത്തിന് എന്നെ വിളിച്ചാൽ കിട്ടും. അപ്പം നമ്മളുടെ അനിയനുണ്ട്, ഞാൻ എടുത്തില്ലെങ്കിൽ എൻ്റെ അനിയൻ എടുക്കും. ഏത് സമയത്തും വിളിച്ചാൽ ഞങ്ങൾ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങൾ ഫോൺ എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ നിങ്ങൾ 2 നേരം കറന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവരുടെ അടുത്ത് പശുക്കളെ എടുക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദയേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാമിൽ നിങ്ങൾ പശു ഇഷ്ടപ്പെട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പാലിൻ്റെ അളവും ആരോഗ്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം പശു ഫാം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പശു മാറ്റി തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമുകാർ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഏത് ഫാമിലും ഏത് ആളുടെ അടുത്ത് എടുക്കുമ്പോഴും തീർച്ചയായിട്ടും പശുവിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ പാലിൻ്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം. അതുവരെ ഷോർട്ട്.